നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ വി ഗണേഷ് കുമാറിന് ഇടതുമുന്നണിയിലെ പൊറുതി മതിയായോ? മതിയായ എന്ന സൂചനയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. അടുത്ത തവണയുള്ള ഭരണമാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കമെന്നാണ് സംസാരം. UDF-ലെ ചില പ്രമുഖ നേതാക്കളുമായി കെ വി ഗണേഷ് കുമാർ ഇത്തരത്തിൽ ബന്ധപ്പെട്ടു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു എതിർപ്പ് UDF-ൽ നിന്ന് ഉയരുന്നത് അദ്ദേഹം സരിതാ നായരെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന CBI കണ്ടെത്തലാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു കാരണവശാലും UDF-ൽ എടുക്കാൻ പാടില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആരാധകർ പറയുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആരാധകർക്ക് ഇപ്പോൾ UDF-ൽ യാതൊരു ശക്തിയുമില്ല. അതുകൊണ്ട് അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ സംഭവിക്കുകയുള്ളൂ. NSS-നെ ഉപയോഗിച്ച് ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് UDF-ലേക്ക് കടക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കെ വി ഗണേഷ് കുമാർ നിന്നാൽ അദ്ദേഹം ജയിച്ചിരിക്കും. അദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്നാലും ജയിച്ചിരിക്കും, വലതുമുന്നണിയിൽ നിന്നാലും അല്ലെങ്കിൽ UDF-ൽ നിന്നാലും ജയിച്ചിരിക്കും. അതുകൊണ്ട് വിജയം അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇനി UDF-ലേക്ക് മാറിക്കൂടാ? കാരണം 2.5 വർഷം കൂടെ മന്ത്രിയായിരുന്നു. അപ്പുറത്ത് 2.5 വർഷം അല്ലെങ്കിൽ 5 വർഷം മന്ത്രിയായിരിക്കാൻ തനിക്ക് മടിയൊന്നുമില്ല എന്നുള്ള ഒരു ത്യാഗ മനോഭാവമാണ് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. UDF-ലെ ചില നേതാക്കളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. പിണറായി വിജയനും ഈ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട്. കെ വി ഗണേഷ് കുമാർ UDF-ലേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത്. കാരണം പത്തനാപുരം സീറ്റ് ഏതായാലും ലഭിക്കില്ല എന്ന് പിണറായിക്ക് അറിയാം. കാരണം കെ വി ഗണേഷ് കുമാർ നിന്നാൽ മാത്രമേ ആ സീറ്റ് ലഭിക്കുകയുള്ളൂ. 2016-ലും 2021-ലും അദ്ദേഹം നിഷ്പ്രയാസം എതിർ സ്ഥാനാർത്ഥികളെ മലർത്തിയടിച്ചുകൊണ്ടാണ് പത്തനാപുരത്ത് വിജയിച്ചത്. കാരണം 2001 മുതൽ 2021 വരെ അദ്ദേഹത്തിന് എതിരെ ഉണ്ടായ എതിരാളികൾ ആരും ഒരു വെല്ലുവിളി പോലും ഗണേഷ് കുമാറിനെതിരെ ഉയർത്താൻ കഴിവുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് ഇനിയും അവിടെ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഭരണമാറ്റം വരുമ്പോൾ ഇനി UDF-ലേക്ക് ചെന്നാൽ അവിടെ 5 വർഷം മന്ത്രിയായിരിക്കാം. കാരണം മന്ത്രിയായിരിക്കാത്ത ഒരു പരിപാടിക്കും കെ വി ഗണേഷ് കുമാറിനെ കിട്ടില്ല. അദ്ദേഹം ബാലകൃഷ്ണ പിള്ളയുടെ അതേ സ്വഭാവം തന്നെയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഒരു കാരണവശാലും എവിടെ മന്ത്രിയാകുമോ അവിടെ മാത്രമേ അദ്ദേഹം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ എവിടെ അധികാരമുണ്ടോ അവിടെ മാത്രമേ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് യുദ്ധം ചെയ്യാനൊന്നും കെ വി ഗണേഷ് കുമാറിനെ പോലെ ആളുകളെ കിട്ടില്ല എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. അതാണ് സത്യവും. എന്നാൽ UDF-ൽ ഉണ്ടാകുന്ന ഈ എതിർപ്പ് എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഗണേഷ് കുമാർ. VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും കെ വി ഗണേഷ് കുമാറിനെ UDF-ൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. PK കുഞ്ഞാലിക്കുട്ടിക്കും കെ വി ഗണേഷ് കുമാറിനെ UDF-ൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അവർ തമ്മിൽ വ്യക്തിപരമായി നല്ല അടുപ്പത്തിലുമാണ്. എന്നാൽ ഈ ഉമ്മൻചാണ്ടി വിഷയം ഇവിടെ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ അതിജീവിതയെ ഉപയോഗിച്ച് സരിതാ നായരെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തിയെന്ന CBI-യുടെ കണ്ടെത്തൽ നിലനിൽക്കുന്ന കാലത്തോളം എങ്ങനെ UDF-ലേക്ക് ഗണേഷ് കുമാറിന് വരാൻ കഴിയും? അങ്ങനെ അതൊരു വിവാദമായി കഴിഞ്ഞാൽ വരാനുള്ള വാതിൽ അടയുമെന്ന് ഗണേഷ് കുമാറിനും അറിയാം, UDF-ലുള്ള മറ്റു നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് വിവാദമുണ്ടാക്കാതെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ പതിയെ ഒന്നും അറിയാത്ത പോലെ UDF-ൽ എത്തുക, അല്ലെങ്കിൽ UDF അദ്ദേഹം ഇടതുമുന്നണി വിട്ടു എന്ന് പ്രഖ്യാപിക്കുക, സ്വതന്ത്രമായി മത്സരിക്കുക, അദ്ദേഹത്തിന് UDF പിന്തുണ കൊടുക്കുക. അങ്ങനെ സാധാരണഗതിയിൽ അദ്ദേഹം UDF-ലേക്ക് എത്തുക എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ബി LDF വിട്ടു എന്ന് പ്രഖ്യാപിച്ച് തനിയെ മത്സരിക്കുക, തനിയെ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ബിക്ക് UDF പിന്തുണ നൽകുക. അങ്ങനെ അദ്ദേഹം UDF-ൽ എത്തുക. അങ്ങനെ തന്ത്രം ഇതിനിടയിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കെ വി ഗണേഷ് കുമാറിന് ഇടതുമുന്നണിയിലെ പൊറുതി മതിയായി. കാരണം കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്കിൽ അദ്ദേഹം വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. CIT-കാരും CPM-കാരും വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും വണ്ടി ഓടിക്കാൻ, KSRTC ബസ് ഓടിക്കാൻ കഴിയാതെ വന്ന അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഇനി ഇടതുമുന്നണി നിലനിൽക്കുന്നില്ല. കാരണം പിണറായി വിജയനും അദ്ദേഹവുമായി നല്ല അടുപ്പമായിരുന്നു. പിണറായി ഇനി പിൻവാങ്ങുകയാണെങ്കിൽ, ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇടതുമുന്നണിയിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് ഗണേഷ് കുമാറിന് നന്നായി അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ UDF-ൽ എത്താനുള്ള വഴി നോക്കിയാണ് കെ വി ഗണേഷ് കുമാർ.